ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ഡെസ്ക്ടോപ്പിന്റെ മദർ ബോർഡ്. അപ്പോൾ AMD സീരീസ് ആണ് പ്രോസസർ വരുന്നത്. അപ്പോൾ ഇതിന്റെ കംപ്ലൈൻസ് എന്താ കസ്റ്റമർ പറയുന്നത് എങ്ങനെ വെച്ചാൽ നോ ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സിസ്റ്റം ഇതേമായി തന്നെ ഫാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതിൽ കോഡിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓക്കെ ഉണ്ട്. റീസെറ്റ് എന്താ വെച്ചാൽ ബ്ലിങ്ക് ചെയ്ത് അഥവാ റീസ്റ്റാർട്ട് ആയിട്ട് പോയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ ജസ്റ്റ് ഒന്ന് റാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഇത് ഓഫ് ആക്കിയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് സാധാരണ ഈ ഒരു രീതിയിലുള്ള കംപ്ലൈന്റ് വരികയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ആണെങ്കിൽ അപ്പം നമുക്ക് റാം ഡിറ്റക്ട് ആവാത്തൊരു ഇഷ്യൂ അത് റിലേറ്റഡ് നമ്മൾ നോക്കുക. അപ്പൊ റാം നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് റാം ബാൻ ആണ്, അഥവാ റാം എന്തെന്ന് വെച്ചാൽ ഈ സൈഡ് ലെഗ് കത്തിയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാൻ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ബാൻ ആയത് കത്താനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഒരു കാരണവശാലും ഇത് ഡയറക്റ്റ് ഇങ്ങനെയാണ് റാമിന്റെ സ്ലോട്ട് ഇടേണ്ടത്. ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു റേഞ്ചിലേക്കാണ് റാമിന്റെ സ്ലോട്ട് ഇടേണ്ടത്. പക്ഷെ കസ്റ്റമർ എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് ഇതിന്റെ ബാൻ അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും, ഉൾട്ടാണ് കാരണം അപ്പോൾ അത് അമർത്തിയിട്ടുണ്ടാവും. അഥവാ റണ്ണിങ്ങിലോ അല്ലാന്നെങ്കിലും ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അമർത്തുകയാണെങ്കിൽ സിസ്റ്റം എന്തെയില്ല, റാം എന്തെയില്ല, ആക്സെപ്റ്റ് ആവില്ല. അപ്പൊ അത് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇത് ലോക്ക് ആയിട്ടുണ്ടാവും, ഈ സൈഡ് ലോക്ക് ആകുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഈ ഒരു സൈഡ് ബാൻ ആയിട്ടുണ്ടാവും. ഇതിന്റെ സ്ലോട്ടിന്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാം. അപ്പൊ ഞാൻ ഈ ലെഫ്റ്റ് സൈഡത്തെ അപ്പോൾ സെക്കൻഡ് സ്ലോട്ടിൽ എത്തിയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം കണ്ടില്ലേ, രണ്ടാമത്തെ പിന്നാണ്, അതാണ് ഫെയർ അയക്കുന്നത്. അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റാം കൺഫേം ആയിട്ട് ഇത് തിരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഉൾട്ടായ സപ്ലൈ ഇതിൽ കയറി ഉണ്ടാവും. സപ്ലൈ കയറിയോണ്ട് ഇത് കത്താൻ കാരണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നോ ഡിസ്പ്ലേ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യുക, എറൈസർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, നൈസായിട്ട് ഇവിടെ പിടിച്ചിട്ട് എറൈസർ കൊണ്ട് റബ്ബ് ചെയ്ത് വിടുക. അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ, നല്ല ക്വാളിറ്റി പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പർ കൊണ്ട് നൈസായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് ശേഷം ഇടുന്നത് എങ്ങനെ വെച്ചാൽ ലോക്കിങ് കറക്റ്റ് പ്രോപ്പർ ആയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സപ്ലൈ കൊടുക്കാനും പാടുള്ളൂ. സപ്ലൈ ഒരു കാരണത്താൽ ഇതിലേക്ക് റണ്ണിങ്ങിൽ റാമൊന്നും ഇടാനും പാടില്ല. അപ്പൊ അതേമാതിരി കത്താൻ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടു എന്ന് വെച്ചോളൂ. സ്ട്രൈറ്റ് ആയിട്ട് ഇട്ട സമയത്ത് ഇതേമാതിരി എന്തെങ്കിലും ബാനിങ് അഥവാ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു കാരണത്താലും വേറെ റാം റീപ്ലേസ് ചെയ്യരുത്. റാം റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇവിടെ കത്തി പോവാൻ ഒരു റീസൺ മേ ബി ഉണ്ടാവും. ഇതിലേക്കുള്ള കംപ്ലീറ്റ് സപ്ലൈ മെഷർ ചെയ്തതിന് ശേഷം ഏത് സപ്ലൈക്കാണോ വോൾട്ടേജ് സംഭവിച്ചിരിക്കുന്നത് അറിയില്ല, ആ സപ്ലൈ മെഷർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ റാം റീപ്ലേസ് ചെയ്യാൻ നോക്കുക. അപ്പൊ പിന്നെ എന്താ ചെയ്യുക, റാം കംപ്ലൈന്റ് ആവില്ല, വേറെ പുതിയ റാം ഇട്ട് അത് കംപ്ലൈന്റ് ആവില്ല. നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഡയഗ്നോസിങ് ഒരു ഐഡിയ കിട്ടും ചെയ്യും. ഇത് സിസ്റ്റം ഈ കണ്ടീഷനിൽ സിസ്റ്റം റണ്ണിങ് ആണേനും അതേമാതിരി തന്നെ സിസ്റ്റം റീസ്റ്റാർട്ട് ആണ്. അപ്പൊ റാം ഡിറ്റക്ട് ആദ്യം റീസ്റ്റാർട്ട് അത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ലോട്ട് ഏതായാലും പോയിണെങ്കിൽ ഈ സ്ലോട്ട് വെച്ചിട്ട് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ബി കെയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.